കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ തിരുവചനവുമായി ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ ദൈവം ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോട് തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ ആശ്രയിച്ചിരിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം ദൈവം നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നൽകി തരട്ടെ. സങ്കീർത്തനങ്ങൾ 9 അതിൻ്റെ 10-ാമത് വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഈ വാക്യങ്ങളാണ് അല്ലെ, വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ്. നിന്നെ അറിയുന്നവർ സ്തോത്രം നിന്നിൽ ആശ്രയിക്കുന്നു. അപ്പൊ ദൈവത്തെ അറിയുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. നമ്മൾ പലപ്പോഴും മാനുഷികമായിട്ട് പല സഹായങ്ങൾ പലരോടും നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ പൈസയുടെ ഒരു ക്യാഷിന്റെ വിഷയമായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ പലരും നമ്മൾ ചോദിക്കുമ്പോൾ, ഒരാളിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ആ ആളിന് അത് ചെയ്തു തരാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെ. കഴിയത്തില്ലാത്ത ഒരാളുടെ, അല്ലെങ്കിൽ 1 രൂപ പോലും കയ്യിലെടുക്കാൻ കഴിയാത്ത ഒരാളുടെ അടുക്കച്ച് നമ്മൾ ഒരിക്കലും 5000 രൂപ കടം ചോദിക്കത്തില്ല. അത് ചെയ്യാൻ കഴിയുന്ന ഒരാളിനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തുവാ? ദൈവത്തെ നമ്മൾ അറിയുന്നത് കൊണ്ടാണ് അവനിൽ നമ്മൾ ആശ്രയിക്കുന്നത്. എങ്ങനെയാ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റിയത്? അതിനൊറ്റ ഉദാഹരണമേ ഉള്ളത് തിരുവചനമാണ്. സ്തോത്രം. തിരുവചനം നമ്മുടെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിഞ്ഞത്, ദൈവത്തിന്റെ അന്വേഷിക്കാൻ കഴിഞ്ഞത് അല്ലേ. അപ്പൊ ദൈവത്തെ അറിയുന്ന എങ്ങനെ നമ്മൾ തിരുവചനത്തിലൂടെ അറിഞ്ഞത്? ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് മരുഭൂമിയിൽ ഇസ്രായേലിന് വേണ്ടി മന്ന ഒരുക്കിയ ദൈവം, ചെങ്കടലിനെ 2ആയി മുറിച്ചു മാറ്റി അതിലൂടെ വഴിയൊരുക്കിയ കർത്താവ്, യോർദാനെ 2ആയി വിഭാഗിച്ചവൻ, അത് സ്തോത്രം, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണായിട്ട് ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ കർത്താവ്, 40 വർഷം ഇസ്രായേൽ മരുഭൂമിയുടെ മണ്ണിലൂടെ നടന്നുപോയിട്ട് കാലിൽ അത് ചെരുപ്പ് തേഞ്ഞു പോയില്ല, വസ്ത്രം പഴകിയില്ല, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആശ്രയിക്കുന്നവൻ, നമ്മൾ അപേക്ഷിക്കുന്ന വിഷയങ്ങളിൽ മറുപടി നൽകാൻ കഴിയുന്നവനാണ്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഈ പറയപ്പെട്ട ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ വിഷയങ്ങൾ അപേക്ഷിച്ച് വലുതായിരുന്നല്ലേ. ഇന്ന് നമ്മുടെ വിഷയങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ചെറുതല്ലേ അതിന്റെ മുമ്പിൽ. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന് നമ്മുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കരുതോ? നിശ്ചയമായി പ്രവർത്തിക്കാം. അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഇടവരണം. അവൻ ചെയ്തു തരുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഏതു വിഷയമാണ് നിങ്ങൾക്കുള്ളത് ആ വിഷയത്തിൽ ദൈവത്തിൽ നമ്മൾ ആശ്രയിപ്പാൻ തയ്യാറാകുക. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടും. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു: അവനെ അന്വേഷിക്കുന്നവരെ അവൻ ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തെ അന്വേഷിച്ചു വന്ന ഒരാളിനെയും ദൈവം എന്ത് ചെയ്യത്തില്ല, ഉപേക്ഷിക്കത്തില്ല. പലപ്പോഴും നമ്മൾ അന്വേഷിച്ച് മടുത്തുപോയ വിഷയങ്ങളുണ്ടല്ലേ. പല വിഷയങ്ങളുമായിട്ട് പലരുടെയും പിറകെ നടന്ന് നമ്മൾ പറഞ്ഞിട്ട് ഒരുപക്ഷെ അയാൾ നമ്മളെ ശ്രദ്ധിച്ചില്ലെന്ന് വരും. നമ്മുടെ ആ വിഷയത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ അന്വേഷിച്ചിട്ട് നമ്മുടെ ജീവിതമോ ഹൃദയമോ പലപ്പോഴും മടുത്തുപോയെന്ന് വരാം. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയുന്ന ഒരു ദൂത് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ഒരു നാളും അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് ആ തിരുവചനം പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ. എന്താ തിരുവചനം പറയും? യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. യഹോവയെ അന്വേഷിക്കുന്നവരാരും ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. സ്തോത്രം എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ നോക്കുന്നു എന്നുള്ളതാണ്. എന്താ അതിന്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുന്നവനാരാണ്? അവൻ ബുദ്ധിമാനാണ്. അതുപോലെ ദൈവമില്ലെന്ന് പറയുന്നവൻ ആരാണ്? തിരുവചനം പറഞ്ഞ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുക. അവൻ ഒരു നാളും നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അന്വേഷിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ ചെറുകടിയിൽ മറയ്ക്കണമേ. ഞങ്ങൾക്ക് അത് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തുകയാണ്. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.